ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. നിങ്ങളുടെ കഴിഞ്ഞ എൻ്റെ ഹോം ടൂറിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു പുതിയൊരു സംരംഭം തുടങ്ങുന്നുണ്ട് എന്ന്. ആൻഡ് ഓൾറെഡി നമ്മളതിൻ്റെ ലോഞ്ചൊക്കെ ഒരു സോഫ്റ്റ് ലോഞ്ചൊക്കെ നടത്തി കഴിഞ്ഞു. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരാണ് ഗുൽനൂർ ബൈ മാളവിക. ഗുൽനൂർ എന്നാണ് പേര്. ഗുൽസ് വന്നതിന് ശേഷം ഇപ്പോൾ ദാ ഗുൽമോഹർ വന്നു, ഗുൽനൂർ വന്നു, അങ്ങനെയൊക്കെ ഇവിടെ എത്തിക്കുകയാണ്. നമ്മൾ ഒരു വെരി സ്മോൾ സ്റ്റാർട്ടപ്പാണ്. ഞാൻ നേരിട്ട് പോയി ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ള ചില ബ്യൂട്ടിഫുൾ ജ്വല്ലറീസ്, എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്ന കുറച്ച് ജ്വല്ലറീസും പരിപാടികളൊക്കെയാണ് നമ്മുടെ വെബ്സൈറ്റിലുള്ളത്. www.gulnoorbymalavika.com പോയാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ വിശേഷം പറയാനല്ല വന്നത്. ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ ഹോം ടൂറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും കോമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊരു റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അബൌട്ട് വീടിൻ്റെ ബഡ്ജറ്റ്, വീടിനെ കുറിച്ചുള്ള കുറച്ച് കൺസേൺസ്, എന്തുകൊണ്ട് 2 BHK, എന്തുകൊണ്ട് വാഷ് ബേസിന് ഇവിടെ വെള്ളം കയറുമോ, പാമ്പ് വരുമോ, കൊതു കയറുമോ, അങ്ങനെ കുറേ ഡൗട്ട്സിനുള്ള ആൻസേഴ്സ് ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. എന്തുകൊണ്ട് ഒരു 2 BHK ഹൗസ് എന്തുകൊണ്ട് 3 BHK ആക്കിയില്ല, അല്ലെങ്കിൽ 4 BHK ആക്കിയില്ല? വീട്ടുകാരൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നിൽക്കാനൊരു സ്ഥലം വേണ്ടേ, എന്തിനു ഇത്ര ചെറുതാക്കി? അതിനെനിക്ക് പറയാൻ ഒറ്റൊരു ഉത്തരേ ഉള്ളൂ. ഞാൻ ജനിച്ചു വളർന്ന വീട് ഇപ്പോഴും ഉണ്ട്, പട്ടാമ്പി ഉണ്ട്. എൻ്റെ അച്ഛൻ കെട്ടിയ വീടാണ്. ഞാൻ ജനിക്കുന്നതിൻ്റെ മുന്നേ പണിത വീടാണത്. അത് പട്ടാമ്പിയിലാണ് ഉള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റപ്പാലത്തൊരു വീട് വേണമെന്ന് കുറേ കാലത്തെ ആഗ്രഹമാണ്. കാരണം മോസ്റ്റ് ഓഫ് മൈ കസിൻസ്, ഫാമിലി, ബന്ധുക്കളെല്ലാവരും ഒറ്റപ്പാലം, പാലക്കാട് ഈ പരിസരത്താണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഒറ്റപ്പാലത്തൊരു വീട് വേണമെന്ന് പണ്ട് ഞാൻ പറയായിരുന്നു, അയ്യോ പട്ടാമ്പിയിൽ ആ വീട് അതേപോലെ പറിച്ച് ഇവിടെ ഒറ്റപ്പാലത്ത് വെച്ചിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ ആ വീട് 3 ബെഡ്റൂം ഉണ്ട്. അതുപോലെ അത്യാവശ്യം ഒരു ലാവിഷായിട്ട് നമുക്കൊക്കെ ഫാമിലിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉള്ള വീടാണ്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്കൊരു ബാധ്യതയായി വരുമല്ലോ. അപ്പോൾ ആഗ്രഹങ്ങളാവാം, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആർഭാടമായി ഒരു ബാധ്യതയായി മാറരുത്, മെയിൻ്റനൻസ് ബുദ്ധിമുട്ടരുത് വെച്ചിട്ടാണ് ഞാൻ 2 ബെഡ്റൂം. പിന്നെ നമ്മളിവിടെ സ്ഥിരതാമസം ഇല്ല. ഇപ്പോൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പട്ടാമ്പിത്തെ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ വീട്ടുകാരുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ ഈ വീടിനെ കാണുന്നത്. പിന്നെ ഭാവിയിലിപ്പോൾ പൊതുവെ ഒറ്റപ്പാലത്തിന് റിട്ടയർമെൻറ്റ് പാരഡൈസ് എന്നൊക്കെ ഒരു പേരുണ്ട്. അപ്പോൾ ഇനി റിട്ടയർമെൻറ്റ് സമയത്തൊക്കെ വന്ന് നിൽക്കാൻ വേണമെങ്കിൽ. അപ്പോൾ എന്തായാലും ആ ഒരു ഉദ്ദേശമാണ്. സ്ഥിര താമസം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 2 BHKയിൽ ഒതുക്കാം, വെറുതെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ 2 BHK. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ തിണ്ണകളൊക്കെ കൊടുത്തതിൻ്റെ മെയിൻ റീസൺ അതാണ്. 2 ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ 2 ആൾക്കാർ വന്നാലും നമുക്കിവിടെ കിടക്കാം. പിന്നെ നമ്മൾ വീട്ടുകാരല്ലേ വന്ന് നിൽക്കാൻ പോകുന്നത്. അതായത് ഈ ഹോളിൽ അങ്ങോട്ട് ഒരു ബെഡ് വിരിച്ച് നിരന്ന് ഞങ്ങൾക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. നമുക്ക് ഫാമിലിയുടെ ഇടയിൽ ഫോർമാലിറ്റിയുടെ ആവശ്യമില്ലല്ലോ. ആരെങ്കിലും വന്നാൽ ഞങ്ങൾ താഴെ കിടക്കും, തിണ്ണേ കിടക്കും, അതൊന്നൊരു വിഷയമില്ല. അതുകൊണ്ടാണ് ലെസ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ് 2 BHK ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ഈ വാഷ് ബേസിൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു? നിങ്ങളുടെ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട്, എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്, ബട്ട് ദിസ് വാഷ് ബേസിൻ ഭയങ്കര ബോറായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് വാഷ് ബേസിൻ അവിടെ വെച്ചത്. എനിക്കും അല്ലെങ്കിൽ തേജേട്ടനും അമ്മയ്ക്കും ആർക്കും വാഷ് ബേസിൻ ഇവിടെ വെക്കുന്നതുകൊണ്ട് അത്ര യോജിപ്പുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു പ്ലാൻ അനുസരിച്ച് പിന്നെ ഒരു പ്രൊവിഷൻ ഇവിടെയുള്ള അത് ഞാൻ പറഞ്ഞു, ഡോറ് തുറന്ന ഉടനെ വാഷ് ബേസിൻ കാണുന്ന കുറച്ച് ഓടാണ്, അപ്പോൾ അത് വേണ്ട. പിന്നെ ഒരേ ഒരു ഓപ്ഷൻ പുറത്ത് വെക്കുക എന്നുള്ളതായിരുന്നു. അതും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്കിപ്പോൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പുറത്ത് പോയി കൈ കഴുകാൻ പറഞ്ഞാൽ ഇതല്ല, വേണമെങ്കിൽ ബാത്റൂം പോയി കഴുകാം. പക്ഷേ ഇവിടെ അതുകൊണ്ടാണ് നമ്മളൊരു ഡിസൈനർ വാഷ് ബേസിൻ വെച്ചിട്ടുള്ളത്. പിന്നെ പലരുടെയും ഡൗട്ടാണ്, അപ്പോൾ ഇത് ഈ അടുക്കളയുടേതായിട്ട് ഒരു മെസ്ഡപ്പ് ആവില്ലേ എന്നുള്ളത്. ഒരിക്കലും ആവില്ല. കാരണം ഇതിൻ്റെ ലെവൽ കുറച്ച് താണിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാം, കാണാൻ പറ്റുന്നുണ്ടോ? അടുക്കളയുടെ ഇതൊന്നും താണിട്ടാണ് നമ്മുടെ ഈ വാഷ് ബേസിൻ വരുന്നത്. അതിന് സെപ്പറേറ്റ് ചെയ്യാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അവിടേക്കും ഒന്നും തെറിക്കാനോ വൃത്തികേടാവാനോ പോകുന്നില്ല, ബിക്കോസ് അത് കുറച്ചുകൂടി ഉയർന്നാണ് ഇരിക്കുന്നത്. സോ ഈ ഹൈജീനിക് ഇഷ്യൂസ് നമുക്ക് ആക്ച്വലി അവിടെ വരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഓടാണ് വാഷ് ബേസിൻ ഹാളിലുള്ളത്. പക്ഷേ നമ്മൾ ഇതിനെ, എൻ്റെ മനസ്സിൽ ഈ വീട് കിട്ടുമ്പോഴേ നമുക്കൊരു Airbnb സ്റ്റൈല്, ഒരു
ഹോളിഡേ ഹോം ഒരു ഫീല് ആണ് കിട്ടേണ്ടതെന്ന് എനിക്കിതായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത് മേ ബി മനസ്സിൽ വിചാരിച്ച് മൂവ് ചെയ്തുകൊണ്ട് എനിക്കത് അത്ര ഓടായി തോന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ തോന്നും. അത് നിങ്ങളുടെ അഭിപ്രായം ഞാൻ എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഇത് പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷെ നമുക്ക് വേറെ വേറൊരു സ്ഥലം ഇല്ലായിരുന്നു, നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ വെച്ചത്. ബട്ട് വി ആർ ഓക്കെ വിത്ത് ഇറ്റ്. വേറെ ഹൈജീനിക് പ്രശ്നങ്ങളൊന്നും ഇല്ല. തേർഡ് ക്വസ്റ്റ്യൻ, ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ ആകാംക്ഷയും ആഗ്രഹവും ഉള്ളത്. നമ്മുടെ വീടിന് എത്ര ബഡ്ജറ്റായി, എത്ര രൂപയ്ക്കാണ് നമ്മൾ ഈ വീട് പണി തീർത്തത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അടിത്തറയിൽ നിന്ന് തുടങ്ങാം. ഈ വീടിൻ്റെ ബേസ്മെൻറ്റിന് തന്നെ വിചാരിക്കാതെ ഒരു 10 ലക്ഷം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രൗണ്ട് വാട്ടർ ഉള്ള ഏരിയ ആണിത്. അപ്പോൾ നമ്മൾ 2.5 അടി കുഴിച്ചപ്പോൾ തന്നെ നല്ല വെള്ളമായിരുന്നു ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഒരു സ്വിമ്മിംഗ് പൂളും കുളവും കുളം ഓൾറെഡി ഉണ്ട്, അങ്ങനെ എൻ്റെ ബോർവെല്ലൊക്കെ കുത്താൻ പറ്റിയ സ്ഥലമാണിത്. 2.5 അടിക്ക് തന്നെ വെള്ളമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോർമൽ തറ പറ്റില്ല, പൈൽ ചെയ്യേണ്ടി വന്നു. പൈലിങ് എത്രത്തോളം എക്സ്പെൻസീവാണെന്ന് അതിനെപ്പറ്റി അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ പൈലിങ്ങിനായിട്ടും ഈ സ്ഥലം കുറച്ച് താഴ്ചയിലായിരുന്നു. അപ്പോൾ അതൊക്കെ മണ്ണിട്ട് പൊക്കാനും, അപ്പോൾ മൊത്തത്തിലൊരു ബേസ്മെൻറ്റ് വർക്കിന് എനിക്കൊരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് ടിം എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. അതല്ലാതെ തുടക്കത്തിൽ എൻ്റെ വീട് പണിയുമ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു 25 ലക്ഷത്തിൽ ഈ വീട് പണി തീർക്കണം, മാക്സിമം 30, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. 30 ലക്ഷത്തിനുള്ളിൽ തീർക്കണം അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ബേസ്മെൻറ്റിന് ഈ 10 ലക്ഷം. സോ അപ്പോൾ തന്നെ എൻ്റെ ബഡ്ജറ്റ് 40 ലക്ഷമായി മാറി. അപ്പോൾ 40 ലക്ഷം എന്ന് വിചാരിച്ചാൽ എന്തായാലും നമ്മളെപ്പോഴും 10 രൂപ എന്ന് വിചാരിച്ചാൽ ഒരു പണി തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും 20 രൂപയിൽ അവസാനിക്കുള്ളൂ. അപ്പോൾ 40 ലക്ഷം എന്നുള്ളത് ഓൾമോസ്റ്റ് ഒരു 45 lakh to 50 lakhിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ വീട് മൊത്തത്തിൽ. ഞാൻ ലാൻഡ്സ്കേപ്പിംഗ്, ഈ പൈലിങ്, ഫർണിഷിങ് എല്ലാം കൂട്ടിയിട്ടോ പറഞ്ഞത്. ഒരു 45 to 50 lakhിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ വീട് ഇൻറ്റീരിയർ ഉൾപ്പെടെ ആയത്. അല്ലാതെ ഇപ്പോൾ ഈ സിവിൽ വർക്കും അതിൻ്റെ ഫിനിഷിങ്ങും എല്ലാം കൂടി ഒരു 35 ലക്ഷത്തിൻ്റെ അകത്താണ് അതായത്. ബാക്കിയുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫർണിച്ചർ, ഇത് പോറബിൾ കൊച്ചിയിൽ നിന്നാണ് എടുത്തത്, 4.5 ലക്ഷം ഫർണിച്ചറിന്. പിന്നെ ഈ കിച്ചന്, വാർഡ്രോബ്, ഡ്രസ്സിങ് ടേബിളിൻ്റെ മിറർ, ആ ടേബിൾ, അതെല്ലാം കൂടി ഈ പറഞ്ഞ പോലെ ഒരു 4 lakh ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു 45 lakh. പിന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം കൂടി ഒരു 45 ലക്ഷമാണ് അതിനായിട്ടുള്ള. പിന്നെ ഹോം അപ്ലയൻസസ് വേറെ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 45 to 50 lakhിൻ്റെ അകത്താണ് ഇൻക്ലൂഡിങ് എവറിത്തിങ്. AC, TV, വാഷിംഗ് മെഷീൻ എല്ലാം കൂടിയിട്ടുള്ള റേറ്റാണ് ഞാൻ പറയുന്നത് 45 to 50 ലക്ഷത്തിൻ്റെ അകത്ത്. അല്ലാണ്ട് വീട് മാത്രം ഇപ്പോൾ ഒരു സ്ട്രക്ചർ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു 35 ലക്ഷം അങ്ങനെയാണ് നമുക്ക് ചിലവായിട്ടുള്ളത്, ഇൻക്ലൂഡിങ് പൈലിംഗ്. അപ്പോൾ ഇത് ചോയ്സാട്ടോ. ഈ ഇൻറ്റീരിയർ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, ഇതുപോലുള്ള ഫ്ലോറിങ് ചൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ആർട്ട് വർക്ക്, ലൈറ്റ്സ്, ഇതൊന്നും ഇങ്ങനെ വേണ്ട വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ചുരുക്കാം. എന്നാലും എൻ്റെ വിചാരിക്കാതെ ഈ 10 ലക്ഷം പോയതാണ് എനിക്ക് കിട്ടിയൊരു പണി. അതിപ്പോൾ വേറെ ആരുടെയും കുറ്റമല്ല, നമ്മുടെ ഈ സ്ഥലം അങ്ങനെയാണ്. സോ അതാണ് ഇത്രയും ബഡ്ജറ്റ് കുറച്ച് എൻ്റെ വിചാരിച്ചേക്കാട്ടിലും കയറിപ്പോയത്. ചിലർക്ക് കേൾക്കുമ്പോൾ അയ്യോ ഈ ബഡ്ജറ്റ് കുറവാണല്ലോ തോന്നും, ചിലർക്ക് ഇത് കൂടുതലാണ് തോന്നും. അപ്പോൾ അതാ പറഞ്ഞു, ഒരു വീട് വെക്കുന്നത് നമ്മുടെ ചോയ്സാണ്, നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. എനിക്കെന്തോ നമുക്ക് ആ സമയത്ത് എല്ലാം കൂടി ഇങ്ങോട്ട് നടന്നു. എന്നാലും അത്യാവശ്യം ടൈറ്റൊക്കെ ആയി. വിചാരിക്കാതെ ഈ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു പൈസയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് കുറച്ച് ടൈറ്റായെങ്കിലും നമ്മൾ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് അങ്ങനെ ഈ വീടായി. അതിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിനോട്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു വീട് വെക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ പലർക്കും ഇത് പൊങ്ങച്ചം പറയണം അങ്ങനെയൊക്കെ തോന്നും. അങ്ങനെ എന്നോട് ബഡ്ജറ്റ് വേണം, വിശദീകരിച്ച് വേണമെന്ന് പലരും ചോദിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സ്പെസിഫിക് ആയിട്ട് ഈ ടൈല് വേണം, ബാത്റൂമിൽ ആ ടൈല് വേണം എന്നൊക്കെ പറഞ്ഞതിൻ്റെയും കുറച്ച് കോസ്റ്റ് വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 40ൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റിയിരുന്നൊരു വീട് തന്നെയാണ് ഇത്. ഞാനീ പറഞ്ഞ് ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല, ഞാൻ അത്ര എക്സ്പേർട്ട് അല്ല ഈ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ പറയാൻ. എന്നാലും ഏകദേശമൊക്കെ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. അടുത്ത ഫ്രീക്വൻ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി ഇവിടെ പാമ്പ് വരുമോ, ചേച്ചി ഇവിടെ കൊതു വരുമോ, അല്ലെങ്കിൽ വല്ല ജീവികളൊക്കെ. കോട്ടിയാടിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട്. വെള്ളം കയറുമോ, മഴ പെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ മഴ പെയ്യുമ്പോൾ സ്റ്റോറി ഇട്ടിട്ട് കുറേ പേര് ചോദിച്ചു അയ്യോ ഇവിടെ വെള്ളം കയറില്ലെന്ന്. നമുക്ക് ആക്ച്വലി എല്ലാ കോട്ടിയാർട്സിലും ഡ്രെയിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പ്രളയമൊക്കെ വരുമ്പോൾ എന്താ അവസ്ഥ എന്ന് നമുക്ക്
അറിയില്ല. അതിപ്പോൾ ഒരു കോട്ടിയാടും ഇല്ലാത്ത സ്ഥലങ്ങളിൽ തന്നെ പ്രളയ സമയത്ത് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും നെഗറ്റീവ് ചിന്തിക്കാതെ ഇരിക്കാം. അല്ലാതെ ഒരു നോർമൽ മഴ, ഹെവി മഴ വന്നാലൊന്നും അകത്തേക്ക് വെള്ളം കയറാത്ത രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് അവിടെയൊക്കെ ഡ്രെയിൻ ഫെസിലിറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ട് വെള്ളം കയറുന്ന പ്രശ്നമില്ല. ഓക്കെ. പിന്നെ ഈ ഒരു ലെവൽ വിട്ട് വീടിൻ്റെ അകത്തേക്കൊന്നും എന്തായാലും വെള്ളം കയറില്ല. പിന്നെ പാമ്പ് ഇപ്പോൾ കോട്ടയാട് ഉണ്ടെങ്കിലും കോട്ടയാട് ഇല്ലെങ്കിലും ഫ്ലാറ്റുകളിൽ വരെ പാമ്പ് കയറുന്ന സമയമാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ തന്നെ മൊത്തം പാമ്പ് കഥയായിരുന്നു. അതും അപ്പോൾ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വരാതിരിക്കാൻ ഈ പൊത്തുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ നെറ്റ് വെച്ച് അടച്ചിട്ടുണ്ട്. പിന്നെ ആ വീടിനോട് ചേർന്ന് നടക്കുന്ന മരങ്ങളെല്ലാം നമ്മൾ കൊമ്പെല്ലാം മുറിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ചിലർക്ക് നീർക്കോലിയെ പറ്റി ഡൗട്ട് ഉണ്ട്. നീർക്കോലി പിന്നെ വലിയ നമ്മൾ ചങ്കും ചോരയൊക്കെ ഐ മീൻ നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ട് വളർന്നൊരു സാധനമാണ് ഈ നീർക്കോലി. കുളമുള്ള വീടുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. നമ്മൾ സ്വിം ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയൊക്കെ ഹായ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. പക്ഷെ കണ്ടാൽ പേടിക്കും. ഈ പറയണ ധൈര്യമൊന്നും നീർക്കോലി നേരിട്ട് കണ്ടുണ്ടാവില്ല കേട്ടോ. പക്ഷെ വിഷമല്ല എന്നുള്ളൊരു സംഭവം നമ്മുടെ ബ്രെയിനിലുള്ളതുകൊണ്ട് വലുതായിട്ട് പാനിക്കാവില്ല. ഈ ചേര, നീർക്കോലി എന്നൊക്കെ പറയുന്നത് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ കെയർഫുൾ ആവണം. എന്താ പറയുക, ജനലൊക്കെ തുറന്നിട്ടിട്ട് അങ്ങോട്ട് അലക്ഷ്യമായി പോവാതിരിക്കുക എന്നുള്ളതൊക്കെ. അത് ഏത് വീടായാലും, ഇപ്പോൾ ഗ്രില്ലുള്ള വീടായാലും ഗ്രില്ലില്ലാത്ത വീടായാലും കോട്ടയാടുള്ളായാലും എല്ലാം. നമ്മളിപ്പോൾ പട്ടാമ്പി വീട്ടിൽ ഞങ്ങൾ എത്ര തവണ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇതിൻ്റെ ഡോറിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്നത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു പരിധി വരെ ശ്രദ്ധിക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി പാമ്പിൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കും. അടുത്ത ചോദ്യം, എന്ത് പണിയാണ് കാണിച്ചത്? ആ വർക്ക് ഏരിയ എന്തിനാണ് പുറകെ കൊണ്ട് വെച്ച്? എങ്ങനെ നമ്മൾ അവിടേക്ക് പോവും? സത്യം പറഞ്ഞാൽ ഈ വീടുണ്ടാകുക ശരിക്കും വല്ലാത്തൊരു പണിയാണ് ചെയ്തത്, ഞാൻ ചെയ്തത്. ആർക്കിടെക്റ്റിൻ്റെ കുറ്റല്ല, വിഷ്ണു ചേട്ടനാണ് നമ്മുടെ പടവ് ഡിസൈൻ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ യൂട്ടിലിറ്റി ഏരിയ എന്നൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങളിങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു വർക്ക് ഏരിയ എന്തായാലും വേണം കേട്ടോ എന്ന്. വീടൊക്കെ മറ്റേ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് എനിക്കൊരു വർക്ക് ഏരിയ വേണം. കാരണം നമ്മൾ ഈ വല്ലപ്പോഴും വന്ന് നിൽക്കാനുള്ളൊരു വീട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് വർക്ക് ഏരിയ പറ്റിയൊന്നും സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് ചിന്തിച്ചില്ല. അപ്പോഴാണ് അമ്മ പറഞ്ഞ ഇങ്ങനെ ഒരു വർക്ക് ഏരിയ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. അപ്പം എന്നാൽ ശരി, മറ്റേ ഇങ്ങനെ ഇങ്കി പിങ്കി പൊങ്ങില്ല, നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുക്കാം. ആകെ ആർക്കിടെക്റ്റിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെയാണ് നമുക്കൊരു പ്രൊവിഷൻ ഉള്ളത്, അപ്പം എന്നാൽ അവിടെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ ഒരു അടുപ്പൊക്കെ കൂട്ടി ഗുൽസൂനൊക്കെ ഒരു ട്രഡീഷണൽ അടുക്കളയുടെ രൂപമാക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ അതൊക്കെ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടാന്നുള്ളതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചാണ്. ഇനി നൈസായിട്ട് അവിടെ ഒരു സ്റ്റൗ കൊടുക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നത്. എന്നാൽ പിന്നെ ഈ കിച്ചൺ പ്രശ്നമാക്കണ്ടല്ലോ, കയറി വരുമ്പോൾ തന്നെ കാണുന്ന അടുക്കളയല്ലേ, അപ്പോൾ അവിടെ സ്റ്റൗ വെച്ചാലോ എന്നാണ് ഇപ്പോൾ ഒരു പ്ലാന്. പിന്നെ കുറേ പേര് ഈ അടുക്കളയുടെ ഡൗട്ട് വെച്ചിട്ടുണ്ട്, അയ്യോ ഇത് ഭയങ്കര ചെറുതല്ലേ, ഇതിങ്ങനെ കൺവീനിയൻ്റ് ആവുന്നു. ഞാൻ അതിനുള്ള ഉത്തരം ഇതാണ്, നമ്മൾ സ്ഥിരതാമസം ഇല്ല. അപ്പോൾ ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് ഭയങ്കര കുക്കിംഗ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ നടക്കാത്തതുകൊണ്ടാണ് നമ്മളൊരു ഇങ്ങനൊരു കിച്ചനും ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഓപ്റ്റ് ചെയ്തത്. അതും ചോദിച്ചിരുന്നു, ഈ ഹൈ ചെയർ, ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരു ഡൈനിങ് ഏരിയ കൊടുക്കായിരുന്നില്ലേന്ന്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈനിങ് ഏരിയയ്ക്കുള്ളൊരു സ്പേസ് നമുക്കില്ല. അതുകൊണ്ടാണ് എന്നാൽ ശരി ആ ഒരു സ്ഥലം കളയേണ്ട, ഹോളൊക്കെ വിശാലമായിക്കോട്ടെ, ഇനി ഡൈനിങ് ഏരിയയും കൂടിയും കുത്തി കയറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഡൈനിങ് ഏരിയ കൊടുക്കാതെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആക്കിയത്. പിന്നെ സത്യം പറഞ്ഞാൽ എല്ലാവരും ഇവിടെ തിണ്ണയിലൊക്കെ വന്നിരുന്നിട്ടാണ് കഴിക്കുന്നത്, ആരും അവിടെ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഫ്ലാറ്റിലായാലും വീട്ടിലായാലും ഇപ്പോൾ ഡൈനിങ് ടേബിൾ നമ്മളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ അല്ലേ സത്യം, ഡൈനിങ് ടേബിൾ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ കഴിക്കുക എന്നല്ലാണ്ട് ഇപ്പോൾ ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും അവനവൻ്റെ കംഫർട്ട് അനുസരിച്ച് ഒന്നുകിൽ അടുക്കളയിലുള്ള തന്നെ ചെറിയൊരു ടേബിളിലും ഹാളിലും ഒക്കെ വന്നിരുന്ന കഴിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ഓപ്ഷൻ ചൂസ് ചെയ്തു. പിന്നെ എന്തോന്നും കൂടി എനിക്ക് എന്തായിരുന്നു സംഭവം, എല്ലാവരും ചോദിച്ചൊരു ചോദ്യം കിട്ടി. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ കിച്ചൺ ഇവിടെ സ്പേസ് കളയേണ്ട, ഡൈനിങ് ഏരിയയ്ക്ക് സ്പേസ് കളയേണ്ട പറയുമ്പോൾ പലരും തോന്നും എന്നാൽ കുറച്ചുകൂടിയും ഈ ഫ്രണ്ടിലേക്കുള്ള സ്പേസ് എടുത്തൂടെ. ഒരു വീടാവുമ്പോൾ ഒരു മുറ്റം അത്യാവശ്യം വേണം, അതാണ് ഭംഗി എന്ന് ഒരു സംഭവമുണ്ട്. അത് എന്നെ ആക്ച്വലി എനിക്കത് എൻലൈറ്റൻ ചെയ്ത തേജസേട്ടനാണ്. തേജസേട്ടൻ ഇങ്ങനെ പറഞ്ഞു തേജസേട്ടൻ ഏറ്റവും നിർബന്ധം, ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തേജസേട്ടൻ പറഞ്ഞിട്ടുള്ളത് മുറ്റം വേണം, വേറെ എന്തില്ലെങ്കിൽ ആ മുറ്റം എന്നാണ് ഇവിടെ പറയാം, മുറ്റം. യെസ്, മുറ്റം വേണം. ആ മുറ്റമാണ് ഒരു വീടിന് ഒരു ഭംഗി കൂട്ടുന്നത്. വലിയ വീടാവട്ടെ ചെറിയ വീടാവട്ടെ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു മുറ്റം കാണുമ്പോൾ തന്നെ നമുക്കൊരു
ഭയങ്കര രസമല്ല, ആ വീടിൻ്റെ ലുക്ക് തന്നെ മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിലെ സ്പേസ് ഒട്ടും കോംപ്രമൈസ് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് വീട് ഫ്രണ്ടിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ലാവിഷായിട്ട് സ്ഥലമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു ഭംഗി കുറയും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ഒന്ന് കോംപ്രമൈസ് ചെയ്ത് ചെറുതാക്കിയത്. അങ്ങനെ ഒരു പോയിന്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരുവിധം ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിനൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയട്ടെ. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് കേട്ടൻ്റെ കാര്യം വീണ്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടൻ എന്നുള്ളത്. ഡെക്കോ ഡയറി ബൈ മിനീഷ, അവരുടെ അടുത്ത് നിന്നാണ് ഞാൻ ഈ കേട്ടൻ മേടിച്ചു കേട്ടോ. ഇതിന് കുറേ കോംപ്ലിമെൻറ്റ് കിട്ടിയിരുന്നു, അധികം കാണാത്തൊരു ടൈപ്പാണ് എന്നുള്ളത്. സോ അത് ഞാൻ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ലൈറ്റിനെയും പറ്റി നല്ല കോംപ്ലിമെൻ്റ് ഉണ്ട്. അത് വിഷ്ണു ചേട്ടൻ തന്നെയാണ് സോഴ്സ് ചെയ്തിട്ടുള്ളത് ലൈറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് വിഷ്ണു ചേട്ടനെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. വേറെന്താ, ടൈലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ജുൽഫാർ ആലത്തൂർ, അവിടെ നിന്നാണ് എടുത്തത്. പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളൂ. യെസ്. പിന്നെ തൂണ്, അതും നിങ്ങൾ ആർക്കിടെക്റ്റിനോട് ചോദിച്ചോളൂ. അതും കുറേ പേര് കോംപ്ലിമെൻറ്റ് ചെയ്ത കാര്യമാണ്. സോ അത്രയൊക്കെ ഉള്ളൂ. ഇതിനൊന്നും ബന്ധമില്ലാത്ത ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം പറയാം. ഇനി നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മാളവി എന്തിത്ര ക്ഷീണിച്ചത്, എന്താ ഇങ്ങനെ ആയത്, ആകെ ഭംഗി പോയി, ഇതൊക്കെ ഞാനിപ്പം എൻ്റെ എന്ത് വീഡിയോ ഇട്ടാലും ആദ്യം വരുടെ ചോദ്യം എന്താ ഇങ്ങനെ ആയേ? എനിക്കറിയില്ല. കുട്ടറ പിന്നാലെ ഓടിയിട്ടോ കുട്ടിക്ക് പാൽ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും. എല്ലാവരും ഇരിക്കും എന്തോ അസുഖമുള്ള പോലെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വല്ലാതെ വൃത്തികേട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത് കാണുമ്പോൾ എനിക്ക് എത്ര വിഷമം ഉണ്ടാവും. നിങ്ങളിങ്ങനെ മുഖത്ത് നോക്കിയിട്ട് എന്താ ഇങ്ങനെ ആയത്, എന്താ ഇങ്ങനെ കോലം കെട്ടണത്, എന്തോ പോലെ ആയിരിക്കണം, അങ്ങനൊന്നും പറയരുത്. എനിക്കറിയാം നല്ല ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, ഉറങ്ങുന്നില്ല, കണ്ണ് കണ്ടോ ഇടുങ്ങിയിരിക്കുക. പിന്നെ ഐലൈനറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി ഒരു ടോഡ്ലർ സ്റ്റേജ് ഇപ്പോൾ വളരെ വൃത്തിയായിട്ട് ടോഡ്ലർ സ്വഭാവം എടുക്കുന്നുണ്ട്. ഞാൻ വേണം, ഉറങ്ങണ്ട, പാൽ കുടിക്കണം, ഫീഡിങ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, സ്റ്റിൽ ബ്രസ്റ്റ് ഫീഡിങ് ആണ് ഗുൽസൂന്. അപ്പോൾ അതിൻ്റേതായ ടാൻഡ്രംസ്, സ്ട്രെസ്സ്. പിന്നെ ഗുൽനൂർ ബൈ മാളവിക നിങ്ങളിലേക്ക് നല്ല പ്രൊഡക്ട്സ് ഒക്കെ എത്തിക്കണ്ടേ. അപ്പോൾ അതിന് ഓരോ സ്ഥലത്ത് ഏതൊക്കെയോ എനിക്കറിയാത്ത ഭാഷയിൽ ഉള്ള ആൾക്കാരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവരുന്നത്, ട്രാവൽ ചെയ്തിട്ടൊക്കെയാണ് സാധനം കൊണ്ടുവരുന്നത്. അതിൻ്റേതായ സ്ട്രെസ്സ്. പിന്നെ അമ്മയുടെ സ്ട്രെസ്സ്, അമ്മ എനിക്ക് തരുന്ന സ്ട്രെസ്, ആ വീട് പണിയുടെ സ്ട്രെസ്സിൽ ഞാൻ ആക്ച്വലി മെലിഞ്ഞു. എന്തൊരു സാധനം നമ്മളൊരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ബിസിനസ് വീട് പണി പഠിത്തം, എക്സാം. തേസേട്ടൻ പാവയുടെ സ്ട്രെസ് അടിച്ചിപ്പോൾ ഉണങ്ങിയിരിക്കുന്നുണ്ട് പഠിച്ചിട്ട്. കുറേ പേര് ചോദിച്ചു തേസേട്ടൻ MBA ഒക്കെയാണോ പഠിക്കണമെന്നൊക്കെ. അല്ല കേട്ടോ, തേസേട്ടൻ പ്രൊമോഷൻ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് എഞ്ചിനീയറിൻ്റെ പ്രൊമോഷണൽ എക്സാമാണ്. അപ്പോൾ ആ ചോദ്യവും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മൂപ്പര്, ഞങ്ങളിപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണ്, മൂപ്പര് വീട്ടിലിരുന്ന് പഠിക്കുന്നു, ഞങ്ങളിവിടെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം അടിപൊളിയായി പോകുന്നു. അപ്പോൾ ഇനി അങ്ങനെ ചോദിക്കരുത് കേട്ടോ. ഞാനൊരു കുട്ടർ അമ്മയാണ്, അപ്പോൾ അതിൻ്റേതായ ക്ഷീണവും ഉറക്കമില്ലായ്മയൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചു വരും. ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടെ ഏൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഷുഗർ കട്ടാണ്, പക്ഷേ ഷുഗർ കട്ടും ക്ഷീണവും തമ്മിൽ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണ ഷുഗറൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഉഷാറാവുക ചെയ്യും, ഈ ആഡഡ് ഷുഗർ കട്ട് ചെയ്യുമ്പോൾ. എനിവേസ്, അപ്പോൾ ഡോണ്ട് റിപ്പീറ്റ്, അതൊക്കെ നോർമലാക്കി എടുക്കണം. എനിവേസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീടിന് ഒരുപാട് സ്നേഹം കിട്ടി, വീട് കണ്ട് ഒരുപാട് കമൻറ്റ്സ്, കുറേ പേര് എന്നെ വിളിച്ച് പറഞ്ഞു, അതിൽ ഭയങ്കര സന്തോഷം. ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ആൻഡ് പ്ലീസ് ഡു ഫോളോ ഗുൽനൂർ ബൈ മാളവിക ഓൺ ഇൻസ്റ്റഗ്രാം ആൻഡ് ചെക്ക് ഔട്ട് അവർ വെബ്സൈറ്റ് www.gulnoorbymalавika.com. ആൻഡ് സൂൺ ഞങ്ങളിങ്ങനെ പുതിയ സാധനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ വാച്ച് ദിസ് സ്പേസ്. പ്ലീസ് ഡു ഫോളോ ഇൻസ്റ്റഗ്രാമിലായിരിക്കും കുറച്ചുകൂടി അപ്ഡേറ്റ്സ് വരുന്നത്. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.